ചാനൽ. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അതെ, കുറെ നാളുകൾക്ക് ശേഷം എടുക്കുന്നോണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സ്റ്റാർട്ടിങ് ട്രബിളും ഉണ്ട്. ഞങ്ങളിപ്പോൾ UK-ലാണുള്ളത്. അപ്പം UK-ലെ വിശേഷങ്ങളും പിന്നെ അമ്മ വന്നിട്ട് ഇപ്പോൾ കുറച്ചേ ആയുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ട് സ്ഥലത്തായതുകൊണ്ടാണ് ഇത്രയും ഡിലേ വന്നത്. ഇനിയിപ്പോൾ എനിക്ക് എടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. എനിക്കും അത് തന്നെയായിരുന്നു. പിന്നെ ഇവിടുത്തെ സമയവും അതൊക്കെ ആകുമ്പോഴത്തേക്ക് കുറേ ഡിലേ വന്നു. ഇപ്പം ഞങ്ങൾ വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഇനി കൂടുതൽ വീഡിയോസും ഞങ്ങളുടെ വിശേഷങ്ങളും എല്ലാം വരുന്നതായിരിക്കും. തുടരെ ഞങ്ങളുടെ ശല്യം ഉണ്ടാവുന്നത്. അപ്പൊ പഴയ പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ വീടിനടുത്തുള്ള പ്രയോറി പാർക്കിലാണുള്ളത്. ഇവിടെ ഇങ്ങനെ എക്സസൈസ് ഒക്കെ ചെയ്യാനായിട്ട് കുറെ ഇതുണ്ട് കേട്ടോ. ഞാനിതിലൊന്നും കയറിയിട്ടില്ല. ടിപി ഒന്ന് എക്സസൈസ് ഒക്കെ ചെയ്യാറുണ്ട്. രാവിലെ മോർണിംഗ് വാക്ക് ചെറുതായിട്ട്, ഒത്തിരി ഒന്നുമില്ല. രാവിലെ എണീക്കുമ്പോൾ ഒന്ന് നടക്കാനൊക്കെ ഇറങ്ങും. അപ്പം ആ സമയത്ത് ഇവിടെ പാർക്കിൽ വന്നിരിക്കാനൊക്കെ നല്ല രസമാണ്. നല്ല തണുപ്പ് സമയത്തൊന്നും വരാൻ പറ്റില്ല. ഇപ്പം ഇവിടെ സമ്മറാണ്. അപ്പം നമുക്കിവിടെ രാവിലെ വന്നിരിക്കാം. അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമൊക്കെയാണ്. ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല, എന്നാലും ഞങ്ങള് രാവിലെ വന്നിട്ട് ചുമ്മാ ഇങ്ങനെ ഇരിക്കും. വന്നിട്ട് കുറച്ചേരം ഫോണിലൊക്കെ കളിച്ച് തിരിച്ചു വരും. ഓഹോ, എക്സസൈസ് എന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കുവായിരുന്നല്ലേ. ഇവിടെ ആൾക്കാർ ജോഗിങ്ങിന് വരുന്നവരും അല്ലാണ്ട് ചുമ്മാ പാർക്കിൽ വരുന്നവരൊക്കെ ഭയങ്കര കുറവാണ്. ഈ പട്ടികളെ കൊണ്ട് രാവിലെ വരുന്നവരാണ് ഏറ്റവും കൂടുതൽ. ഇവിടെയുള്ള ആൾക്കാർക്ക് ഇവരുടെ പെറ്റ്സിനോട് ഭയങ്കര സ്നേഹമാണ്. എന്താ പറയുക, പട്ടികളെ സ്വന്തം മക്കളെ പോലെ കാണുന്ന ആൾക്കാർ. അവർ ഭയങ്കര അതിനെ കെയർ ചെയ്ത് കൊണ്ട് നടക്കും. രാവിലെ നടത്താൻ കൊണ്ടുവരും, വൈകുന്നേരം നടത്താൻ കൊണ്ടുവരും. അങ്ങനെയൊക്കെ ഇവിടെ പിന്നെയുണ്ട് കുറേ സംഭവങ്ങൾ ഇവിടെ എക്സസൈസ് ചെയ്യാനൊക്കെ ആയിട്ട്. ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗുണമുള്ള കാര്യമാണ്. കാരണം ഇവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജിമ്മിൽ പോകാമെന്നൊക്കെ പറഞ്ഞാൽ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം രാവിലെ ഒരു വാക്കിങ്ങിന് ഇറങ്ങുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്യാനും ഒക്കെ നമുക്ക് ഈ പാർക്കിൽ കൂടെ നടക്കുമ്പോൾ പറ്റും. പിന്നെ ഇവിടെ കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് വിൻ്ററൊക്കെ ആകുമ്പോൾ സ്പ്രിങ് സീസണൊക്കെ ആകുമ്പോഴത്തേക്ക് നിറച്ച് പൂക്കളായിരിക്കും. അപ്പോൾ ഇവിടെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. നെക്സ്റ്റ് സ്പ്രിങ് സീസണിൽ ഞങ്ങൾ ആ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ടിപി ഇതിലൊക്കെ കയറി കാണിക്കുന്നതാണ് നമ്മളെ എക്സ്പേർട്ട്. അതെ, എനിക്ക് ആകെ ഇഷ്ടമുള്ള സാധനം ഇതാണ്. ഇങ്ങനെ ഊഞ്ഞാല് പോലെയാണല്ലോ അല്ലേ. ഇതൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്നത് രണ്ട് തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കാട്ടോ. ഇങ്ങനെ ഊഞ്ഞാലാടാൻ പോലെ സംഭവം അതൊക്കെയുള്ള എൻ്റെ പേര് പോലും എനിക്കറിയില്ല കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ സിമ്പിള്. ഇനി അമ്മ കയറുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അയ്യോ, അത് വേണ്ട. ഗിംബലൊന്നും പിടിക്കാനുള്ള സമയമില്ല. അതെ, ഗൈസ്, അമ്മ കയറാൻ പോവാണ്. എനിക്കറിയില്ല, അതിന്റെ ആണ്. സൂക്ഷിക്കണം കേട്ടാ. എന്നിട്ട് അയ്യോ, താഴെ വീടിന്റെ വീഡിയോയും കൂടെ എടുത്തോ. പറ്റേ റെഡി. ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് പഠിക്കണേ. ഇനി ഇതിന്റെ അകത്തുനിന്ന് ഇറക്കി തരാമോ? ഞാൻ പോവാണ്. അമ്മ പാർക്കിലുണ്ടാവും. അറിയാണ്ട് കേറി. അയ്യോ, മതി ഇനി ഇറക്ക്. എന്നെ ഇറങ്ങ. ഇത് മുന്തിരിയാ. ഇതിൽ മുന്തിരി ഉണ്ടായിരുന്നു ഒരു കുറെ നാൾ മുമ്പ്. അതെ, മുന്തിരി ഇല്ല ഇപ്പത്തില്. ഇത് മുന്തിരി ആയിരുന്നു. അല്ല, മുന്തിരിയാണ്, മുന്തിരി വള്ളിയാണ്, പക്ഷെ മുന്തിരിങ്ങ ഇല്ല. എടാ അമ്മ, ഇത് ഈ പോത്ത് കണുണ്ടോ? ഇത് നല്ല
പാഷൻ ഫ്രൂട്ട് മൽബറി. അമ്മൂനെ കാണാനില്ല. ആ പഴുത്താണെങ്കിൽ പറിച്ചു. മൽബറി. അമ്മുന്തി പഴുത്തതുണ്ടാ നോക്കട്ടെ. ഞാനും വരട്ടെ. പഴുത്തതില്ല. മൽബറി മരത്തിനുള്ളിലാണ്. എല്ലാരും ഒന്ന് പറിച്ചോണ്ട് പോയി കാണും. ഒരു ചുമപ്പ് കളറിൽ ഇനിയിപ്പോ എവിടെയോ ഉണ്ടായിരുന്നല്ലോ. പുറത്താ പിന്നെ ഉള്ള പഴുത്തത്. അകത്ത് ഫുള്ള് പച്ച. ഇതേ ചുമപ്പ് കളർ. ഇവിടെ ചുവപ്പ് ഉണ്ടായി. പഴുക്കണേ ഉള്ളു. നമുക്ക് അടുത്ത് തോന്നുന്നു. അമ്മോ ഞാൻ പുളിയാ. കറുപ്പുണ്ടോ? അപ്പൊ ശരി. ഇനി വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ അത് മൽബറി പറിച്ചു തന്നോണ്ടിരിക്കുക. നല്ല കറുത്ത കഴിയുമ്പോഴാ നല്ലത്. ഇപ്പൊ ഭയങ്കര പുളിയാ. നടക്കമോ? കുഴപ്പമില്ല. നമ്മളിനി ഇവിടെ ഒരു പൂന്തോട്ടം പോലെ ഒരു സ്ഥലമുണ്ട്. നമുക്കവിടെ പൂവുണ്ടോയെന്ന് നോക്കാം. ഒത്തിരി ആയി ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. പണ്ട് ഒരു വർഷം മുമ്പ് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. അതുകൊണ്ട് അറിയില്ല ഉണ്ടോയെന്ന്. പഴയ ബിൽഡിങ്ങും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിനകത്തോട്ടൊന്നും കയറ്റില്ല അവർ. അതെന്താ? പഴയ പള്ളിയായിരിക്കും. എവിടെ കുരിശ്? ആ അത് ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കണേ ആ ഉള്ളൊക്കെ. ഗിംബലുണ്ട്. പൊളി. ഞാനിവിടെ ആദ്യമായിട്ടാട്ടോ വരുന്നത്. ടീപ്പി ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഇത്ര പൂവില്ലായിരുന്നു ഇവിടെ. ആണോ? ഞാൻ വന്നത് സ്പെഷ്യൽ. അവിടെ അവിടെ എവിടെ? ഓ അമ്മ ഇത് കാണണ്ടേ? ഞങ്ങളല്ല. ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അത് ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാം അല്ലേ?
ഫോട്ടോ ആണെങ്കിൽ ഇൻസ്റ്റയെ ഫോളോ ചെയ്യാം. അപ്പൊ നമ്മളിവിടുന്ന് പോവാ. കഴിഞ്ഞില്ല, ഇനിയുണ്ടോ? എല്ലാം അറിയാന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുവന്നതാണ്. വഴി തപ്പോ പുറത്തേക്കുള്ള. കുട്ടിക്കുളം. ആണോന്ന് നോക്കിട്ടോ. ഏതോ കാട്ടിക്കോടെയൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങള് വന്ന വഴി തന്നെ തിരിച്ചു പോകാൻ പോവാണ്. അവിടെ വഴിയൊന്നും കണ്ടുപിടിച്ചില്ല. 1 വർഷമായില്ലേ അവരൊക്കെ വഴി അവിടെയൊക്കെ അടച്ചു എന്ന് തോന്നുന്നു. അതോ ഞാൻ ഈ വഴി തന്നെയാണ് അങ്ങോട്ട് പോയെന്നൊന്നും അറിയില്ല. ഞങ്ങള് വന്ന വഴി വരണ്ടാന്ന് ഓർത്തെ കൊറേ പട്ടികളുണ്ടായിരുന്നു. അപ്പൊ ഭയങ്കര ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നു. അപ്പൊ ഞങ്ങള് പേടിച്ചു. ഇവിടെ നിറച്ച് പട്ടികളാ. അത് ചുമ്മാ പട്ടികളല്ല, ഇവര് വളർത്തണ പട്ടികളാ. എന്നാലും ഒരു പേടി, എങ്ങാനും കടിക്കാൻ തോന്നിയാലോ പട്ടികൾക്ക്. ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു പട്ടിക്ക്. അതെ അതെ, ആ ശരിക്കും അത് തന്നെ. എന്റെ കയ്യിൽ ഗിംബലുണ്ടേ. അപ്പൊ പട്ടികളുടെ വിചാരം ഇനി വല്ല ഞാൻ തല്ലാൻ വേണ്ടി വല്ല മണ്ണാണോന്ന് ഓർത്തിട്ടാണോന്ന് അറിയില്ല. പോയി കാണും ചിലപ്പോ. പോയി നോക്കാം. ഞങ്ങളിങ്ങനെ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ള സെറ്റപ്പിലാണ്. ഇന്ന് ഇവർക്ക് ലീവാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇറങ്ങിയത്. അല്ലെങ്കിൽ ഇപ്പം ഇവർക്ക് രാത്രി ഞാൻ കുറച്ചു നേരം കാണും, പകലിൽ രാവിലെ എണീക്കണേനും ഇച്ചിരി നേരം കാണും, അത്രേ സമയം കാണത്തുള്ളൂ. ഇന്നിപ്പോ ലീവായതുകൊണ്ട് ഇങ്ങനെ ഇറങ്ങിയതാ. കുട്ടിയെ മടി പിടിച്ച് വീട്ടിൽ ഇരിപ്പുണ്ട്, വന്നില്ല. ഇവിടെ വന്നാൽ നടക്കണമെന്നും പറഞ്ഞ് ഒന്നാതെ വെയിലല്ലേ. അപ്പം ഞങ്ങളോട് പോയിട്ട് വരാൻ പറഞ്ഞു. ഇന്ന് ഉച്ച കഴിയുമ്പോഴത്തേക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഏരിയ ആയിട്ട് പുറത്തുവരെ ഒന്ന് പോകണം. അപ്പം അതുകൊണ്ട് എനിക്ക് ആക്ച്വലി ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ ഇവർക്ക് ഇന്ന് അമ്മൂന് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ ഒന്ന് പോണോ, ഞങ്ങൾ അവധിയാന്ന് പറഞ്ഞു. ഞാൻ പോണില്ല. അങ്ങനെയല്ല, നിർബന്ധിച്ചോണ്ട് എന്നോട് അമ്മ എന്നോട് പറഞ്ഞു നിർബന്ധിക്കാന്ന്. അതുകൊണ്ട് ഞാൻ നിർബന്ധിച്ചു. മറ്റേ സിനിമ മറ്റേ മുടിയൊക്കെ ഉള്ള ബ്ലൂ കളറിലുള്ള കഥ പറ. ഇംഗ്ലീഷ് സിനിമ, ഇങ്ങനത്തെ ഒരു മരമുള്ള മറ്റേ സാധനം ചാടി ചാടി പോണേ. അതന്നെ അതിന്റെ ആ സിനിമ വരുന്നേന്ന്. സിനിമയുടെ പേര് അതിന്റെ അകത്തില്ലേ അതിന്റെ അകത്ത് റോസ. ഫോട്ടോഗ്രാഫറുടെ കഴിവുകൾ. ഇനി പുച്ഛിക്കും. എന്നിട്ട് ഞാൻ എടുത്ത വീഡിയോയും ഫോട്ടോയും പോസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇനി താഴെ അതെ അടി വന്നിട്ട് ഞാൻ കൂവും. പിന്നെ നിങ്ങൾക്ക് ഈ സ്ഥലമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും, ഒരു ഫേമസ് ആയ 2 ആൾക്കാർ ഇവിടെ വന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. പോവാ. ആ ഫേമസ് ആയ ആൾക്കാർ ഞങ്ങൾ തന്നെയാണ്. ഇനി വെറുതെ ആലോചിച്ച് കൂട്ടണ്ട. ഇനി ഏറ്റവും നല്ല വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ എടുക്കുന്നത് ഞാനാണ്. ഈ മുഖം പോമോ എന്നതാ ഇതിലേ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ വരെ വന്നിട്ട് തിരിച്ചു പോവാ അല്ലേ? ഇതേ മദാമക്കുട്ടികൾ. അയ്യോ ആള് പറയുക. എന്താ ടീപ്പി നിന്നേ? എന്നാ ശരി, നമുക്ക് ഈ വഴി പോവാം. ഓക്കെ ബൈ. ഇവിടെ ഉണ്ടല്ലോ
ഫിഷിങ് ഒക്കെ പറ്റും. പക്ഷെ നമ്മൾ ചൂണ്ടയിട്ട് മീനെ പിടിച്ചിട്ട് മീന് വൈറ്റമിൻ ഗുളിക കൊടുത്തിട്ട് വീണ്ടും തിരിച്ച് ഇതിനകത്തേക്ക് തന്നെ ഇടും. ഇവിടെ ഫിഷിങ് അവരൊരു എൻജോയ്മെന്റ് ടൈം പാസിന് വേണ്ടിട്ട് ചെയ്യുന്ന കാര്യം. അതെന്ത് നാറാണത്തെ ഭ്രാന്തനെ പോലെ പിടിക്കുക, വൈറ്റമിൻ ഗുളിക എടുക്കുക, തിരിച്ചിടുക. ഇവിടെ കുറെ അരയന്നങ്ങളും കുറെ പിന്നെ താറാവും കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒന്നിനെ കാണാൻ അമ്മ ഒന്നുകൊണ്ടാന്ന് തോന്നുന്നു ഓടിപ്പോ. ഓ അതൊന്നും തന്നെ ഒരു വൃത്തിയിലല്ല വെള്ളത്തിന്. അവർ ക്ലീൻ ചെയ്യാനിട്ടോ അവരെന്നെ കാണുന്നത് നമ്മള് കാണാത്തത്, അവരെന്നെ കാണുന്നത് നമ്മള് വെള്ളത്തിൽ കാണാത്തത്. നമുക്ക് വൈൻഡപ്പ് പറയാം അല്ലേ? നല്ല വിശക്കുന്നുണ്ട്, ഇനി വീട്ടിൽ പോയിട്ട് വല്ലതും കഴിക്കണം. രാവിലെ ഇറങ്ങി പോകുന്ന ഒന്നും കഴിച്ചിട്ടുമില്ല, ഒന്നും ഉണ്ടാക്കിയിട്ടുമില്ല. ഇപ്പൊ സെൽഫ് കുക്കിംഗ് ഒക്കെ ആയതുകൊണ്ടേ. അപ്പം അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി പുതിയ വീഡിയോകളും അമ്മുവിന്റെ പുതിയ വിശേഷങ്ങളും അമ്മുവിന്റെ യൂണിവേഴ്സിറ്റിയും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ കാണണമെങ്കിൽ ഞാൻ തന്നെ വീഡിയോ എടുക്കണം. ഞാൻ പഠിച്ച അതേ യൂണിവേഴ്സിറ്റി തന്നെയാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ കുറേ കാര്യം കാണാനുണ്ട്. കുറേ എന്താ എയർപോർട്ടൊക്കെ തൊട്ടടുത്ത ക്ലാസ്സിലിരിക്കുമ്പോൾ ഇങ്ങനെ പറന്നു കൊണ്ടൊക്കെ കാണാം. അപ്പം അമ്മുവിന്റെ പുതിയ വീഡിയോസും ഞങ്ങളുടെ ഇവിടുത്തെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ ഈ വീഡിയോ കാണാം. അതെ, ഓക്കെ, ബൈ.